പ്രിയമുള്ളവരെ, വചനജ്വാല 1698 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 25 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പ്രിയരെ, അത്ഭുത പ്രവർത്തകനായ പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ഇന്നും നാളെയും ഏറ്റവും ഭക്തി നിർഭരമായി ആഘോഷിക്കുകയാണ്. ഏവർക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൃത്യമായി ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 35 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ നീതിയാലല്ല ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നത്. അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഉഗ്രകോപം വർഷിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കഴുത്തു കുനിച്ച് ബാബിലോൺ രാജാവിനെ സേവിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വാക്ക് ശ്രവിക്കാതെയും ബാബിലോൺ രാജാവിനെ സേവിക്കാതെയും ഇരുന്നാൽ യൂദാ നഗരങ്ങളിൽ നിന്നും ജെറൂസലേമിന്റെ പരിസരങ്ങളിൽ നിന്നും ആഹ്ലാദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ആരെയും അവശേഷിപ്പിക്കാതെ ദേശം മുഴുവൻ ഞാൻ വിജനമാക്കും. ബാബിലോൺ രാജാവിനെ സേവിക്കുക എന്ന അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചില്ല. അതിനാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അസ്ഥികൾ അവരുടെ ശവക്കുഴിയിൽ നിന്നും പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അരുളി ചെയ്തത് അങ്ങ് നിറവേറ്റി. ഇതാ അവ പകലിന്റെ ചൂടും രാത്രിയുടെ മഞ്ഞും ഏറ്റുകിടക്കുന്നു. അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധിയും കൊണ്ടുള്ള കഠിനയാതനകളാൽ നശിച്ചു. അങ്ങയുടെ നാമത്താൽ അറിയപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിന്റെയും യൂദാ ഭവനത്തിന്റെയും ദുഷ്ടതയാൽ അങ്ങ് ഇന്നത്തെ നിലയിലാക്കി വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എന്നിട്ടും അങ്ങ് അനന്തമായ കാരുണ്യവും ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു. എന്തെന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ചു. ആ ദിവസം അവൻ വഴി അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതയുടെ ഇടയിൽ ചിതറിക്കുന്ന അസംഖ്യമായ ഈ ജനതയിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കൂ. ദുശാഠ്യക്കാരായ അവർ എന്നെ അനുസരിക്കുകയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പ്രവാസദേശത്ത് അവർക്ക് മനപരിവർത്തനമുണ്ടാകും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും. അടിമത്തത്തിന്റെ നാട്ടിൽ വെച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എൻ്റെ നാമത്തെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദുശാഠ്യത്തിൽ നിന്ന്
ദുഷ്ടപ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും. എന്തെന്നാൽ കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും. അവരുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അവർ അവിടെ വാഴും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. അവരുടെ എണ്ണം കുറയുകയില്ല. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനിമേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേവർക്കും സുപരിചിതനായ സുവിശേഷകനായ വിശുദ്ധ മർക്കോസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാർ മാർക്കോസിനെ മാനസാന്തരപ്പെടുത്തിയതാണെങ്കിലും യേശുവിനെ ഗത്സമനിയിൽ ബന്ധിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നത് മാർക്കോസ് ആണെന്നും പിടികൂടിയപ്പോൾ വസ്ത്രം ഉപേക്ഷിച്ച് നഗ്നനായി ഓടി രക്ഷപ്പെട്ടുവെന്നും മാർക്കോസിന്റെ സുവിശേഷം 14:51-52 പറയുന്നുണ്ട്. മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലാണ് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം അഭയം തേടിയതെന്നും ഒടുവിലത്തെ അത്താഴവും ഇവിടെ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. പത്രോസിന്റെ കൂടെയായിരുന്ന അവസാന നാളുകളിലൊന്നും പത്രോസിന്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി കിട്ടണമെന്ന റോമാക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് മർക്കോസ് സുവിശേഷം എഴുതിയതാണെന്നും പറയപ്പെടുന്നു. വിശുദ്ധ പത്രോസ് മർക്കോസിനെ അലക്സാണ്ട്രിയയിലെ മെത്രാന ആക്കിയെന്നും അവിടെ വെച്ച് വിജാതിയർ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വ മകുടം നൽകി എന്നും പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, അപ്പസ്തോലനായ വിശുദ്ധ മർക്കോസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു.